ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. CUET എക്സാമിന് പഠിച്ചു തുടങ്ങുന്നവർ എക്കണോമിക്സ് എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്ജക്റ്റ് വളരെ വാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, എക്കണോമിക്സിലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മണി ആൻഡ് ബാങ്കിങ്ങിൽ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ എന്താണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് RBI അല്ലെ. അപ്പൊ RBIയുടെ ബേസിക് ഇൻഫർമേഷൻ, അതിന്റെ കൂടെ എന്ത് പഠിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഓരോന്നും എങ്ങനെ ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കണം. മോഡൽ എന്താണ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്, സിലബസിൽ ടോപ്പിക്ക് നോക്കുന്നു, എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. PYQs അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കിട്ടും നമുക്ക്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, എന്നിട്ട് ആ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് ആ രീതിയിൽ വേണം നമുക്ക് പഠിച്ചു വെക്കാൻ. അപ്പൊ മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും RBI തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക്, അതായത് ബാങ്കുകളുടെ ബാങ്ക്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ബാങ്കായ ഇത് RBIയുടെ മെഷേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതും നമുക്ക് കൺഫ്യൂഷൻസ് വരാറുള്ളതും. അപ്പൊ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അറിയണം. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ക്വാളിറ്റേറ്റീവ് ടൂൾസും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. Quantitative tools control the extent of money supply by changing the CRR. Then there are two types of open market operation, that is outright and upright. Then a fall in the bank rate can decrease the money supply. Then selling of a bond by RBI leads to reduction in quantity of reserves. Then the RBI can influence money supply by changing the rate at which it gives loan to the commercial banks. അപ്പൊ ഇത്രയും ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് പഠിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരും അല്ലെ. അപ്രൈറ്റ്, ഔട്ട്റൈറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ CRR എങ്ങനെ യൂസ് ചെയ്യുന്നു, മണി സപ്ലൈ കുറയുമോ കൂടുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഉണ്ടാവും. ഇനി നമ്മൾ പഠിച്ചതിന് ശേഷം അത് എന്താണ് ആ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് RBI എന്ന് പറയുമ്പോൾ RBIയുടെ ജനറൽ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്, RBIയുടെ എംബ്ലം ആണ് നമ്മൾ ഈ കാണുന്നത് അല്ലെ. RBIയുടെ എംബ്ലത്തിൽ എന്തുണ്ട്, ഒരു ആനിമലും ഉണ്ട്, ഒരു ട്രീയും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയാലോ. ഏതാണ് ആനിമൽ? ആനിമൽ ഇസ് ടൈഗർ അല്ലെ. RBIയുടെ എംബ്ലത്തിലുള്ള ആനിമൽ എന്ന് പറയുന്നത് ടൈഗർ ആണ്. ദെൻ പ്ലാന്റ് ഏതാണ്? പ്ലാന്റ് ദാറ്റ് ഇസ് ട്രീ ഏതാണ്? പാം ട്രീ ആണ്. ഓക്കെ, അപ്പൊ പാം ട്രീയും അതുപോലെ തന്നെ ടൈഗറുമാണ് RBIയുടെ എംബ്ലത്തിലുള്ളത്. ദെൻ RBI നിലവിൽ വരുന്നു എപ്പോ? 1 ഏപ്രിൽ 1935 RBI ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ പൊളിറ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ അംബേദ്കർ ആണ് അല്ലെ, BR അംബേദ്കർ. അതുപോലെ മോണിറ്ററി സിസ്റ്റത്തിന്റെ ബാക്ക് ബോൺ ആയ RBIയെ കുറിച്ചും ആര് മെൻഷൻ ചെയ്തിട്ടുണ്ട്? അംബേദ്കർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ്, നമുക്കൊരു ഇതുപോലെ എന്താണ് മോണിറ്ററി സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സെൻട്രൽ ബാങ്ക് വേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ റുപ്പിയുടെ പ്രോബ്ലമും സൊല്യൂഷനും അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അംബേദ്കറിന്റെ ബുക്കാണ്. അതുപോലെ ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് RBI 1935 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ആ കമ്മീഷന്റെ പേര് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു കമ്മീഷന്റെ ഫുൾ പേരുണ്ട് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഓക്കെ, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഇൻ ദ ഇയർ 1926.
1926 ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒരു സെൻട്രൽ ബാങ്കിന്റെ ആവശ്യകതയുണ്ടോ എന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നത്. അങ്ങനെ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1935 ഏപ്രിൽ 1 അതായത് ഫിനാൻഷ്യൽ ഇയറിന്റെ അന്ന് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, RBI സെൻട്രൽ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളിപ്പോ കണ്ടു RBIയുടെ എംബ്ലത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്, പ്ലാന്റ്, ട്രീ എന്ന് പറയുന്നത് പാം ട്രീയും അതുപോലെ തന്നെ ടൈഗറും ആയിരുന്നു. എന്നാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത്, ലയൺ ആയിരുന്നു ടൈഗറിന് പകരം ഉണ്ടായിരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലയൺ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ ടൈഗർ ആയിട്ട് ചേഞ്ച് ചെയ്തതാണ്. ദെൻ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മുംബൈ. മുംബൈയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, മഹാരാഷ്ട്രയിലെ മുംബൈ. ഇനി RBIയുടെ ആദ്യത്തെ ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. RBIയുടെ ആദ്യ ഗവർണർ. ഇനി ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ ആരാണ്? 26th ഗവർണർ ഓഫ് ദി RBI, ദാറ്റ് ഈസ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ കറണ്ട് RBI ഗവർണർ. 11th ഡിസംബർ 2024 അദ്ദേഹം RBI ഗവർണറായിട്ട് ചാർജ് ഏറ്റെടുക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയിരുന്നു RBI ഗവർണർ ആകുന്നതിന് മുമ്പ്. അപ്പൊ അത്രയും ബേസിക് ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ എന്തുണ്ട്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ബാങ്ക് റേറ്റ്. ഇപ്പൊ എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ നോർമലി ലോൺ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നതിന് കണക്കായിട്ട് എന്താണ്, ഒരു നിശ്ചിത പെർസെൻറ്റേജ് ബാങ്ക് നമുക്കൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരും അല്ലെ. അതുപോലെ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത ശതമാനം പൈസ അധികം അടയ്ക്കണം, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. അതുപോലെ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോങ് ടേം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ്, അതായത് ലോങ് ടേം ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയാ, ബാങ്ക് റേറ്റ് എന്ന് പറയാം. അപ്പൊ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോങ് ടേം ലോണിന് ഈടാക്കുന്ന റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ? ഓപ്പൺ മാർക്കറ്റിൽ നടക്കുന്നു. എന്താണ്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഏത് സെക്യൂരിറ്റി? ഗവൺമെന്റ് സെക്യൂരിറ്റി. അതായത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ഗവൺമെന്റിന് വേണ്ടി RBI വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ആർക്ക്? പബ്ലിക്കിന്. അപ്പൊ ഡയറക്റ്റ് RBIക്ക് പബ്ലിക്കിന് വിൽക്കാനും വാങ്ങാനും പറ്റും? ഇല്ല. ആര് വഴി? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴി. അപ്പോ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ്, ദാറ്റ് മീൻസ് ബോണ്ട്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ RBI കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജനങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. ഇനി എന്താണ് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ? CRR. അപ്പൊ ക്യാഷ് റിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ക്യാഷ് റിസർവ് ചെയ്യുന്നു. ആര് റിസർവ് ചെയ്യുന്നു? എവിടെ റിസർവ് ചെയ്യുന്നു? ആര് റിസർവ് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ബാങ്ക് റിസർവ് ചെയ്യുന്നു. എവിടെ? RBI-യിൽ. അപ്പൊ RBI-യിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ചെയ്യുന്ന റേറ്റ് ആണ് ഏത്? ക്യാഷ് റിസർവ് റേഷ്യോ. ദാറ്റ് മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ടോട്ടൽ ഫണ്ടിന്റെ ഒരു നിശ്ചിത ശതമാനം ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം? RBI-യിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ RBI എത്രയാണോ മെൻഷൻ ചെയ്യുന്നത് ആ റേറ്റ്, ഫണ്ടിന്റെ ആ ഒരു റേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ് ബാങ്കിൽ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അതാണ് CRR എന്ന് പറയുന്നത്. ഇനി എന്താണ് SLR? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് ലിക്വിഡ് ആണ്. എന്താണ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ? ലിക്വിഡ് ക്യാഷ്. അതായത് പെട്ടെന്ന് എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റിനെയാണ് എന്ത് പറയാ?
ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് തന്നെയായിരിക്കണം. പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. അല്ലാത്ത സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലാത്ത ഡെപ്പോസിറ്റ്സ് ഒക്കെ നമുക്ക് അത് മാറി പണമാക്കി വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും. അപ്പൊ പെട്ടെന്ന് ഒരു അർജൻസി വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. അപ്പൊ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റിനെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. അപ്പൊ ലിക്വിഡിറ്റി ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വേണം. ബാങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി റിസർവ് ചെയ്താൽ പറ്റില്ല. അതുപോലെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലിക്വിഡ് ആയിട്ട് വേണമെങ്കിൽ എന്ത് വേണം? സ്വന്തം കയ്യിൽ തന്നെ സൂക്ഷിക്കണം. ദാറ്റ് മീൻസ് SLR എവിടെയാണ് സൂക്ഷിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിൽ. ഓക്കെ, SLR എവിടെയാണ് സൂക്ഷിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ, അതായത് RBI പറയുന്ന റേറ്റ് ആണ്. RBI ആണ് ഈ റേറ്റുകളൊക്കെ പ്രഖ്യാപിക്കുക. അപ്പൊ RBI പറയുന്ന ആ റേറ്റ് ഓഫ് ഒരു നിശ്ചിത ശതമാനം തന്റെ ഫണ്ടിന്റെ നിശ്ചിത ശതമാനം കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ തന്നെ സൂക്ഷിക്കുന്നതിനെയാണ് SLR എന്ന് പറയുക. അതായത് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ എടുത്ത് യൂസ് ചെയ്യാൻ കഴിയണം. അതാണ് ലിക്വിഡ് അസറ്റ്. ഓക്കെ, ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് എന്താണ്? റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോയും. റിപ്പോ, റിവേഴ്സ് റിപ്പോ. അതായത് എന്താണ് റിപ്പോ, എന്താണ് റിവേഴ്സ് റിപ്പോ? റിപ്പോ എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് റേറ്റ്. അതായത് ഷോർട്ട് പീരീഡിലേക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. അപ്പൊ ഷോർട്ട് പീരീഡിലേക്ക് ആരുടെ അടുത്ത് പോകുന്നു? RBIയിലേക്ക് പോകുന്നു. അപ്പൊ RBIയിൽ ലോൺ കൊടുക്കുന്നു. പക്ഷെ വെറുതെ കൊടുക്കുന്നില്ല, അണ്ടർലൈങ് അസറ്റ് വേണം. അതായത് അവിടെ എന്തെങ്കിലും അസറ്റ്, അതായത് സെക്യൂരിറ്റീസോ ബോൺസോ എന്ത് ചെയ്യണം? RBIയിൽ കരുതി വെക്കണം. എന്നിട്ട് ഒരു ഷോർട്ട് പീരീഡിലേക്ക് RBI ആർക്ക് ലോൺ കൊടുക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കും. അപ്പോൾ ഈടാക്കുന്ന ആ ഒരു ഷോർട്ട് ടേം റേറ്റിനെയാണ് എന്ത് പറയാ? റിപ്പോ റേറ്റ് എന്ന് പറയാം. ഇനി റിവേഴ്സ് റിപ്പോ നേരെ തിരിച്ച് അല്ലെ, വീട്ടിൽ മുതിർന്ന ആൾക്കൊരു അത്യാവശ്യം വന്നാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം. പക്ഷെ അവർ യൂസ് ചെയ്യും, അവർക്കത് ഉപകാരപ്പെടും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യണം? നമുക്കൊരു നിശ്ചിത പെർസെൻറ്റേജ് തരണം. അതുമാണ് റിവേഴ്സ് അല്ലെ, റിവേഴ്സ് ഓർഡറിൽ നടക്കുന്നു. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ എക്സ്ട്രാ ഫണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ RBIക്ക് ഒരു ആവശ്യം വന്നു. അപ്പൊ RBI ആരിൽ നിന്ന് വാങ്ങുന്നു? കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് വാങ്ങുന്നു. ദാറ്റ് മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് ലോൺ കൊടുക്കുന്നു. അപ്പോൾ RBI ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കണം? കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കണം. അതാണ് റിവേഴ്സ്. ഓക്കെ, റിവേഴ്സ് റിപ്പോ. അതും ഷോർട്ട് പീരീഡിലേക്കാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട റേറ്റുകളാണ് ഏതിലുള്ളത്? ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിലുള്ളത്. അപ്പൊ ഈ മെഷേഴ്സ് ഒക്കെ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ പീരീഡിലും അതുപോലെ തന്നെ ഡിഫ്ലേഷണറി പീരീഡിലും. അതായത് മണി സപ്ലൈയുടെ കൺട്രോൾ കുറയ്ക്കാനും എക്കോണമിക്കിലെ ആവശ്യാനുസരണം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് RBI മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റേറ്റുകൾക്കൊക്കെ ഇൻഫ്ലേഷൻ പീരീഡിൽ എന്ത് സംഭവിക്കും? ഡിഫ്ലേഷൻ പീരീഡിൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ ആണ് സിറ്റുവേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ ആണ് എക്കോണമിയിലെ സിറ്റുവേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മണി സപ്ലൈ കൂടുന്നു അല്ലെ, പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൂടുന്നു. അപ്പൊ മണി വാല്യൂ, പൈസയുടെ വാല്യൂ കുറയും. ദാറ്റ് മീൻസ് എന്താണ്? നമ്മളിപ്പോ കഴിഞ്ഞ മാസം 1 കിലോ അരി 500 രൂപയ്ക്ക് വാങ്ങിയെന്ന് വിചാരിക്കും. ഈ ആഴ്ച വാങ്ങാൻ പോകുമ്പോൾ അതേ സാധനം തന്നെ അതിന്റെ ഇരട്ടി വിലയാകുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം, നമുക്ക് കിട്ടുന്ന സാധനം ഒരു മാറ്റവും ഇല്ല, സെയിം ക്വാളിറ്റി സെയിം ക്വാണ്ടിറ്റി, പക്ഷെ അതിന്റെ പൈസ ഇരട്ടിയായി. ദാറ്റ് മീൻസ് ഈ പേപ്പർ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു അല്ലെ, വാല്യൂ കുറഞ്ഞു പക്ഷെ അളവ് കൂടി, പ്രൈസ് ലെവല് കൂടി. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. അപ്പൊ എല്ലാവരുടെ കയ്യിലും പണം ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ RBI എന്ത് ചെയ്യണം? മണി സപ്ലൈ കുറയ്ക്കണം അല്ലെ. മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യണം? ബാങ്ക് റേറ്റ് ഡിക്രീസ് ചെയ്യണോ ഇൻക്രീസ് ചെയ്യണോ? ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യണം അല്ലെ. ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന റേറ്റ് ആണ് അല്ലെ, ലോണിൽ നിന്ന് RBI ഈടാക്കുന്ന റേറ്റ് ആണ്. അപ്പൊ അത് കൂടുന്നു. അത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? അവര് പബ്ലിക്കിന് കൊടുക്കുമല്ലോ, ലോൺ കൊടുക്കുമല്ലോ, ആ റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ്? നമുക്കൊരു കാറ് വാങ്ങണം അല്ലെ, അല്ലെങ്കിൽ വീട് വെക്കണം. നമ്മൾ ലോൺ എടുക്കാൻ തീരുമാനിക്കുന്നു. എവിടെ പോകുന്നു? ബാങ്കിൽ പോകുന്നു. ബാങ്കിൽ പോയിട്ട് ചോദിക്കുന്നു, ബാങ്കേ വീട് വെക്കണം അല്ലെങ്കിൽ കാറ് വാങ്ങണം, ലോൺ തരുമോ? അപ്പോ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് അന്വേഷിക്കും. അപ്പൊ നമ്മൾ മുന്നേ അറിഞ്ഞത് എന്താണ്? 7% ആണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അവിടെ ചെല്ലുമ്പം ബാങ്ക് പറയുന്നു, SBI അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് പറയുന്നു ഇപ്പോൾ 9% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കും? 7 ആയിരുന്നു നമ്മളുടെ കണക്ക് കൂട്ടൽ.
ഇപ്പൊ വീട് വെച്ചാൽ ശരിയാവില്ല, ഇപ്പൊ ഉള്ള വീട്ടിൽ തന്നെ നിൽക്കാം, ഇനി കുറച്ചിത് കുറയോ നോക്കാം, വെയിറ്റ് ചെയ്യാം, അപ്പൊ നമുക്ക് ലോൺ എടുക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ലോൺ എടുക്കാൻ തീരുമാനിച്ചത് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്താണ്, എന്റെ കയ്യിൽ പൈസ വന്നില്ല. എന്റെ കയ്യിൽ പൈസ വന്നാലല്ലേ ഞാനത് മാർക്കറ്റിലേക്ക് കൊടുക്കൂ, അല്ലെ? ഞാൻ വീട് വാങ്ങാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ഷോപ്പിൽ കൊടുക്കുന്നു, അപ്പൊ അവിടുന്ന് അത് സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ മണി സപ്ലൈ എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റോപ്പായി, അല്ലെ? എവിടെ സ്റ്റോപ്പായി? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ സ്റ്റോപ്പായി. അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, അല്ലെ? എന്റെ കയ്യിലേക്ക് വന്നിട്ടില്ല, ഞാനത് മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ മണി സപ്ലൈ കുറയും, അല്ലെ? ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നു, പല ആളുകൾക്ക് സംഭവിക്കുന്നു, പല ബാങ്കുകളിൽ സംഭവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, മണി മാർക്കറ്റിൽ മണി സപ്ലൈ കുറയുന്നു, മെല്ലെ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ കുറയുന്നു. അതാണ് സംഭവിക്കുക. ഇനി അതേപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി സെല്ല് ചെയ്യുമോ പർച്ചേസ് ചെയ്യുമോ. അപ്പൊ നമുക്ക് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് സെല്ല് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, സെക്യൂരിറ്റീസ് കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി RBI ജനങ്ങൾക്ക് സെല്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സാധനം, അല്ലെ, നമുക്ക് സെല്ല് ചെയ്താല് നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ വാങ്ങണം, അല്ലെ? നമ്മൾ വാങ്ങുമ്പോൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം, പൈസ കൊടുക്കണം. അപ്പോൾ RBI ആണ് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, RBI സെല്ല് ചെയ്യുന്നു. അപ്പൊ ജനങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, പബ്ലിക് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം, പൈസ ആർക്ക് കൊടുക്കണം, കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി RBI കൊടുക്കണം. അപ്പൊ ജനങ്ങളുടെ കയ്യിലുള്ള പൈസ എവിടെ എത്തി, RBI-ലെത്തി. ഓക്കെ, RBI-ലെത്തി. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു, നമ്മളുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞു. കാരണം നോക്കുമ്പോൾ എന്താണ്, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി ആണ്, ഗവൺമെന്റിന്റെ ബോണ്ടാണ്, അത്യാവശ്യം റിട്ടേൺ ഒക്കെ തരുന്നുണ്ട്. അപ്പൊ സേഫും ആണ്, അല്ലെ? പേടിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, എന്നാ പിന്നെ ഇപ്പൊ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഇൻവെസ്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ചു. അപ്പൊ RBI സെല്ല് ചെയ്തത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള പൈസ RBI-ലെത്തി. അപ്പൊ എന്ത് സംഭവിച്ചു, മണി സപ്ലൈ കുറഞ്ഞു, അല്ലെ? കുറഞ്ഞില്ലേ? അപ്പൊ മണി സപ്ലൈ കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ പീരീഡിൽ RBI എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആയിരിക്കും എല്ലാത്തിന്റെയും ഡിഫ്ലേഷണറി സിറ്റുവേഷനിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ CRR, ക്യാഷ് റിസർവ് റേഷ്യോ, അതും ഇതുപോലെ തന്നെയാണ്, RBI-യിൽ സൂക്ഷിക്കേണ്ടുന്ന റേറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ ആവുമ്പോൾ CRR ഇൻക്രീസ് ചെയ്യും. ഓക്കെ, CRR ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള ഫണ്ട് കുറയും. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫണ്ട് കുറയുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത് കുറയും. അങ്ങനെ മണി സപ്ലൈ കുറയും. മെല്ലെ മെല്ലെ മണിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ലെവൽ കുറഞ്ഞ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ക്രമേണ സോൾവ് ചെയ്യും. ദെൻ അതേപോലെ തന്നെയാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് ബാങ്കിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ ഭാവിയിൽ അത്യാവശ്യം വന്നാലോ എന്ന് കരുതി സൂക്ഷിച്ചു വെക്കുന്ന പൈസയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചെലവാക്കുന്ന പൈസ കുറയും, അല്ലെ? അതായത് ഇന്നിപ്പം ഇന്നൊരു ബിരിയാണി വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഭാവിയിൽ ഇന്ന് ആവശ്യം വരാം, അപ്പൊ ഇന്ന് ബിരിയാണി കട്ട്. അപ്പൊ ആ പൈസ എങ്ങോട്ടേക്ക് പോയി, നമ്മൾ സേവ് ചെയ്യുന്നു, ലിക്വിഡ് ക്യാഷ് ആയിട്ട് സൂക്ഷിക്കുന്നിടത്തേക്ക് മാറി. അപ്പൊ അത് എങ്ങോട്ട് എത്തുന്നില്ല, ഹോട്ടലിൽ എത്തുന്നില്ല, മാർക്കറ്റിൽ എത്തുന്നില്ല. അപ്പൊ ആ മാർക്കറ്റിൽ എത്തുന്ന പൈസ കുറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു, SLR ഇൻക്രീസ് ചെയ്യുമ്പോൾ മണി സപ്ലൈ കുറയും. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ SLR-ഉം ഇൻക്രീസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് റിപ്പോ റേറ്റും. റിപ്പോ റേറ്റുകളും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ റേറ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എവിടെ, മാർക്കറ്റിൽ മണി സപ്ലൈയുടെ സർക്കുലേഷൻ കുറയുന്നതും മണിയുടെ വാല്യൂ കൂടുന്നതും, അങ്ങനെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ പരിഹരിക്കപ്പെടുന്നു. ഇനി ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ വാല്യൂസ് ഒക്കെ കുറയ്ക്കും. അപ്പൊ കുറയ്ക്കുമ്പോഴാണ് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടാവുകയും പർച്ചേസിങ് പവർ കൂടുകയും കൂടുതൽ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുകയും അതുവഴി കാര്യങ്ങളൊക്കെ സ്പീഡ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും അങ്ങനെ ആ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ മാറി വരികയും ചെയ്യുന്നത്. ഇനി നേരെ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിലേക്ക് പോയാൽ, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് റേഷനിങ് ഓഫ് ക്രെഡിറ്റ്. അതായത് കൃത്യമായിട്ട് ഒരു ക്വാണ്ടിറ്റി നമ്പർ അവിടെ പറയുന്നില്ല. ഇവിടെ എന്ത് പറയുന്നു, കൃത്യമായിട്ട് ബാങ്ക് റേറ്റ് എത്രയാണെന്ന് RBI പറയുന്നു. CRR, SLR എല്ലാ റേറ്റുകളും കൃത്യമായി നമ്പറിൽ പറയുന്നു. ഇവിടെ നമ്പർ ഒന്നുമില്ല. റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാരിയർ വെക്കുന്നു. ഇത്രയേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെ? ഹോം ലോണ് വന്നു കഴിഞ്ഞാൽ ഇത്രയൊരു ബെഞ്ച് മാർക്ക് വെക്കുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ലോണ് കൊടുക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണ്. അപ്പൊ കൺട്രോൾ ചെയ്യണമെന്ന് ബാങ്കുകൾക്ക് ഒരു ഓർഡർ കൊടുക്കുന്നു, ഒരു സർക്കുലർ കൊടുക്കുന്നു. ദെൻ മാർജിനൽ റിക്വയർമെന്റ്, അതും അതും ഒരു സർക്കുലർ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഈ മാർജിന്റെ അപ്പുറത്തേക്ക്
പ്രധാനമായിട്ടും കൺസ്യൂമർ ഡ്യൂറബിൾസിന് അതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പറയാവുന്നതാണ് റേഷനിങ് ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനും കൃത്യമായിട്ട് ഒരു മാർജിൻ വെക്കുന്നു. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അതുപോലെയുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ലോൺ കിട്ടും. അപ്പൊ അതിന്റെയൊക്കെ ഒരു മാർജിൻ വെക്കുന്നു. അതുപോലെ റെഗുലേഷൻ, കൺസ്യൂമർ ക്രെഡിറ്റിൽ ഒരു റെഗുലേഷൻ വെക്കുന്നു. ഇതൊന്നും നമ്പറിൽ പറയുന്നില്ല. എന്താണ്, ഒരു മീറ്റിംഗ് വഴിയോ സർക്കുലർ വഴിയോ RBI ആരോട് പറയുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഓർഡർ കൊടുക്കുന്നു. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് തോന്നിയിട്ട് മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോറൽ ഉണ്ടാവുന്ന പറയും. അതായത് നമുക്ക് തോന്നിയിട്ട് എന്താണ് നല്ലത്, റൈറ്റ് എന്താണ്, റോങ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞു ചെയ്യുന്നതിനെയാണ് മോറൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ അതാണ് മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തു പറയും, നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴെന്താണ് സിറ്റുവേഷൻ. ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ആണെങ്കിൽ ഡിഫ്ലേഷൻ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക, നോക്കിയൊക്കെ ചെയ്യുക. ദെൻ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയി തന്റെ പ്രോഫിറ്റിന് വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തെങ്കിലും ചെയ്താൽ ഡയറക്റ്റ് സർക്കുലർ കൊടുക്കുന്നു, ഫൈൻ ഏർപ്പാടാക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുക. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സുമാണ് എന്താണ് ഇക്കോണമിയിലെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ക്ലിയർ ചെയ്ത് ഇക്കോണമിയെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. സ്റ്റേബിൾ ഇക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് RBIയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആയാലും ഈ റേറ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് RBI ഗവർണർ ഒറ്റക്കല്ല, അല്ലെ, ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. അപ്പൊ 6 അംഗ കമ്മിറ്റിയാണ്, 6 members കമ്മിറ്റിയാണ് ഏത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത്. അതിൽ 3 members ഫ്രം ഗവൺമെന്റും 3 members ഫ്രം RBIയുമാണ്. അപ്പൊ ഈ 6 member കമ്മിറ്റിയാണ് ഈ പറഞ്ഞ ബാങ്ക് റേറ്റും ഈ പറഞ്ഞ മോണിറ്ററി പോളിസിയിലെ റേറ്റുകളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പൊ കൂടുതൽ ക്ലാസ്സുകൾ ഓരോന്നും എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിലെയും ബാക്കി കാര്യങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക് അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. അപ്പൊ CUETക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അത്രയും എളുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അത്രയും ഫെസിലിറ്റിയോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ CCയിൽ എന്തുണ്ട്, CUTയുടെ ലോങ് ടേം ബാച്ച് അല്ലെ, 2027 അഡ്മിഷൻ ആണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയ നോട്ടുകളും ക്ലാസ്സുകളും ഒക്കെയാണ് നമ്മുടെ CCയിലൂടെ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് സാധ്യമാവണമെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ CUETയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസിനും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്